അടുത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് ഒരു പരബോള തന്നാൽ അതിൻ്റെ ഫോക്കസും ഡയറക്ട്രിക്സും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ y² 12x y² 12x എന്ന് പറഞ്ഞ പരബോള തന്നേക്കുക. അപ്പോൾ നമുക്ക് 4 പരബോള കിട്ടില്ലേ. ഒന്ന് y² 4ax, അടുത്തത് y² -4ax, അടുത്ത x² 4ay, x² ഇതാണ് 4 പരബോള നമ്മൾ പഠിച്ചോളൂ. എന്നിട്ട് ഇത് ആരെ കണക്കിരിക്കുക? ഇത് ഫസ്റ്റ് പരബോള കണക്കിലിരിക്കുന്നത് y² വന്നിരുന്ന +ഉം ആണ് ചിഹ്നം. അപ്പം ഈ y² 12x ഈ പരബോളയുമായിട്ടാണ് സാമ്യമുള്ളത്. y² 4x. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ പടം വരയ്ക്കുക. y² വന്നാൽ എക്സ് ആക്സിസിന് സിമെട്രി പ്ലസ് സൈഡിലോട്ടായി. എക്സ് ആക്സിന് മുകളിലും താഴെ ഒരേ കണക്കും എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡ് ഇപ്പുറത്തെ സൈഡിലോട്ടായി. ഇപ്പുറത്തെ സൈഡിലാകുമ്പോൾ ഇത് -4x ഇപ്പുറത്തെ സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് അടയാളപ്പെടുത്തുക A0 ഉണ്ടോ. ഇവിടുന്ന് ഒറിജിനിൽ നിന്ന് ദൂരം, ഇനി ഡയറക്ട്രിക്സ് ഇതേ ദൂരം ഇവിടെ നിന്നുള്ള ലൈൻ. അപ്പോൾ നെഗറ്റീവ് വേ കൂടെ അല്ലേ ഇത് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ x = ഇത്രയും കാര്യം. ഈ എ അറിയാവുന്ന ഇതൊക്കെ എഴുതാം. എയുടെ വില നമ്മൾ അറിയണം. എയുടെ വില കണ്ടുപിടിക്കും. എയുടെ വില 2 ആണ്. ഇവിടെ 2 ഇത് x -2 എഴുതി കൂടെ. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം. രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? y² എയുടെ വിലയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 12ന്റെ സ്ഥാനത്തല്ലേ 4a, y²ന്റെ സ്ഥലത്ത് y², എക്സിൻ്റെ സ്ഥലത്ത് x, 12ന്റെ സ്ഥാനത്താണ് 4a. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ 4a = 12 എന്ന് കിട്ടണ്ട. 4a = 12 എന്ന് ഇവിടുന്ന് കിട്ടും. അങ്ങനെ എയുടെ വില എത്ര കിട്ടും? 12/4, ദാറ്റ് ഈസ് 3. അപ്പോൾ ഉടനെ തന്നെ ഫോക്കസ് ഓഫ് ദ പരബോള, ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ ഫോക്കസ് ഓഫ് ദ പരബോള, ഫോക്കസ് ഈസ് A0 എന്ന് എഴുതിയിട്ട് ആൻസർ 30. Then equation of directrix ചോദിക്കാം. Equation of directrix is x = -a, x = that is x = -3, x = -3. Then length of the latus rectum, അത് നമുക്കറിയാം. length of the latus rectum is latus rectത്തിൻ്റെ നീളം. അതെത്ര? 4a ആണ്. ദാറ്റ് ഈസ് 4 × എയുടെ വില എത്ര? 3. അപ്പോൾ 12 ആണ് ലാറ്റസ് റെക്ടത്തിൻ്റെ നീളം. ഇനി ആക്സിസ് ഓഫ് ദ പാരബോള ഏതാ? എക്സ് ആക്സിസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ y = 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സെൻട്രിസിറ്റി പരബോളയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു E = 1 ആയിരിക്കും. എക്സെൻട്രിസിറ്റി ചോദിച്ചാൽ E = 1. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. y² = -8x, y² = -8x എന്നാൽ എങ്ങനെ ചെയ്യും? എല്ലാം y² = -8x എന്ന് വന്നാൽ നമ്മൾ ഇതിനകത്ത് ഏത് പരബോളയായിട്ട് കമ്പയർ ചെയ്യും? 4 ഇവിടെ കിടക്കുമല്ലേ. അപ്പോൾ ഇതല്ല, മൈനസ് വന്നിരിക്കുന്ന ഈ പരബോളയായിട്ടല്ലേ കമ്പയർ ചെയ്യേണ്ട. y² = -4ax കമ്പയർ ചെയ്യണം. കണ്ടോ, y² വന്ന് മൈനസ് വന്നു. അപ്പോൾ y² -4ax, -4ax പരബോള എങ്ങനെയാണ് വരയ്ക്കുന്നത്? y² വന്നുകൊണ്ട് എക്സ് ആക്സിസിന് സിമെട്രി, പക്ഷേ എക്സിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് ഇരിക്കുന്നു. ദെൻ ഫോക്കസ് ഇവിടെ അല്ലേ, ഇവിടെയുള്ള പോയിന്റ് നമ്മൾ -a0 എന്നാണ് പറയുന്നത്. ഡയറക്ട്രിക്സ് ഇവിടെ a കൂടെ വരും. a കൂടെ വരുമ്പോൾ ഇത് a കൂടെ പോകുന്ന ലൈന് എന്തു പറയുന്നത്? x = അപ്പോൾ ഇത്രയും മതി. ഇനി എയുടെ വില കണ്ടു. y²ന്റെ സ്ഥലത്ത് y², മൈനസിൻ്റെ സ്ഥലത്ത് മൈനസ് ഉണ്ട്, എക്സിൻ്റെ സ്ഥലത്ത് x. അപ്പോൾ 4aയുടെ പ്ലേസ് ഇവിടെ 8 അല്ലേ ഇരിക്കുന്നത്. 4a = 8. അപ്പോൾ a = 8/4, ദാറ്റ് ഈസ് 2. എയുടെ വില ഒരിക്കലും നെഗറ്റീവ് അല്ല. നമ്മൾ ഇടുന്ന ആണ് എ പോസിറ്റീവായിട്ട് ആൻസർ കിട്ടുന്നത്. ഇനി ഫോക്കസ് എഴുതുക. ഫോക്കസ് ഈസ് -a0, ദാറ്റ് ഈസ് -20. ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്, that is x = a, that is x = 2. Then axis of the parabola is x-axis and its equation is y. Length of the latus rectum ഇതാണ്, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളം 4a. Length of the latus rectum എന്ന് പറയുന്നത് ലാറ്റസ് റെക്ടത്തിൻ്റെ ലെങ്ത് 4a ആണ്. ദാറ്റ് ഈസ് 4 × എയുടെ വില 2, 8 എന്ന്. അതിവിടെ തന്നെ കിടപ്പുണ്ട് 4a. ദെൻ ആക്സിസ് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ അതിനകത്ത്. അത് എനിക്ക് വേറെ റൂൾസ് നമുക്ക് നോക്കാം. x² തന്നെയാണ്. x² = -16y. ഇത് വന്നാൽ എങ്ങനെ നമ്മൾ വരയ്ക്കും? x² = -16y. അപ്പോൾ ഇത് 4 ഏത് പരബോളയാണ്? മൈനസ് വരുന്നതല്ലേ x². അപ്പോൾ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. x² = -4ay എടുക്കുക, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വിലയാണ് നമുക്കുണ്ട്. അപ്പോൾ ആദ്യം വരയ്ക്കുക. x² വന്നാൽ y ആക്സിസിന് മുകളിലും താഴെ, പക്ഷേ നെഗറ്റീവ് വൈയുടെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് ഈ പരബോളയാണ്. കണ്ടോ,
ഇതാണ് പരബോള. അപ്പോൾ ഇവിടെ ഫോക്കസ് ഇവിടെ വരുന്ന പോയിന്റ് ഇവിടെ നെഗറ്റീവ്, ഇവിടെ എക്സ് വൈ നെഗറ്റീവ് അല്ലേ, -a0 എന്ന് വരും. ഇനി ഡയറക്ട്രിക്സ് ഇതേ ദൂരം ദൂരത്തിൽ കിടക്കുക, അത് വൈ ആക്സിനെ കട്ട് ചെയ്ത് പോകും, y = a എന്നായിരിക്കും. അപ്പോൾ ഇനി a കണ്ടുപിടിച്ചാൽ അപ്പോൾ x സ്ക്വയറിൻ്റെ സ്ഥലത്ത് x സ്ക്വയർ മൈനസിൻ്റെ സ്ഥലത്ത് അപ്പോൾ 4a 16 എന്ന് എഴുതാവുള്ളൂ, -16 എന്ന് എഴുതരുത്, 4a = 16 എന്ന് എഴുതും അല്ലേ. അപ്പോൾ a = 16/4 ദാറ്റ് ഈസ് 4. ഇനി ഫോക്കസ് ഈസ് -a0, അപ്പം -a0 ആണ് ഫോക്കസ്, ദാറ്റ് ഈസ് -40. ഡയറക്ട്രിക്സ് ഈസ് y = a, that is y = 4. Then axis of the parabola is y-axis, and its equation is x = 0. And then length of the lattice rectum is 4a. എല്ലാത്തിനും 4a തന്നെ, 4a, 4 into a യുടെ വില 4, that is 60. 4a is 60 ആണ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റവും കിട്ടും. ഇനി ഒരു ടൈപ്പ് കൂടെ ഉള്ളൂ, അടുത്തത് 4 ടൈപ്പ് ഉള്ളത്. x² = -9y. x² - നമ്മൾ വന്ന കേസ് ഇപ്പോൾ പഠിച്ചത് x² = 9y എന്നായിരിക്കും. x² = 9y. അപ്പം ഏത് പരാബോള x² = +9y ആയിട്ട് 4ay ആയിട്ട് കമ്പയർ ചെയ്യണം അല്ലേ. x² = 4ay ആയിട്ട് കമ്പയർ ചെയ്യണം. x² = 4ay വരയ്ക്കുന്നത് എങ്ങനെ, y ആക്സിസിന് സിമട്രി ആണ്, പക്ഷേ +y സൈഡിലോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫോക്കസ് എന്തുവാ, ഇവിടുന്ന് ഏ ദൂരമാണെങ്കിൽ ഇവിടുത്തെ പോയിന്റ് എങ്ങനെ 0a, ഡയറക്ട്രിക്സ് ഇവിടുന്ന് ഏ ദൂരത്തിലല്ലേ, അപ്പം -a കൂടെ കട്ട് ചെയ്യും, y = -a. ഇനി എയുടെ വില കണ്ടുപിടിക്കാൻ കമ്പയർ ചെയ്യുക. 4a പ്ലേസ് 9 ആണ്, 4a പ്ലേസ് 9 ആയതുകൊണ്ട് എയുടെ പ്ലേസ് 9/4, എയുടെ വില കിട്ടിയ ഫോക്കസ് എഴുതാം 0a, ദാറ്റ് ഈസ് 0 9/4. ഡയറക്ട്രിക്സ് ഈസ് y = -a, ദാറ്റ് ഈസ് y = -9/4. വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് 4y = 9, 4y + 9 = 0 എന്നൊക്കെ എഴുതാം. y = the length of the lattice rectum is 4a, that is 4 into 9/4, that is 9. 4 യുടെ വില 9 നമ്മുടെ കുഴപ്പമുണ്ട്. ദെൻ വെർട്ടെക്സ് ഏതാ, 0 0. വെർട്ടെക്സ് ഈ 0 0, ഒറിജിൻ വെർട്ടെക്സ് 0 0 ആണ് ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റമായി. അപ്പോൾ ഈ പരാബോളയുടെ ഇത്രയും കോർഡിനേറ്റ് ഓഫ് ദ ഫോസി ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. കോർഡിനേറ്റ് ഓഫ് ദ ഫോസി, ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്റ്റം, ആക്സിസ്, വെർട്ടെക്സ്, ഇത്രയാണ് പരാബോളയുടെ കാര്യത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പരാബോള